നെക്സ്റ്റ് ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഡുലസ് ഓഫ് -2 എന്താണ്? 2 ആണ്. മോഡുലസിൻ്റെ അർത്ഥം എന്താണ്? നെഗറ്റീവ് നമ്പർ ഉണ്ടെങ്കിൽ കളയുക, നെഗറ്റീവ് കളഞ്ഞെഴുതുക, അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇപ്പോൾ മോഡുലസ് ഓഫ് -3 ആണെന്നുണ്ടെങ്കിലോ 3 എന്ന് എഴുതും. മോഡുലസ് ഓഫ് 6 ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ മോഡുലസ് എന്താണെന്ന് മനസ്സിലായി അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എഫ് ഓഫ് എക്സിന് പകരം വൈ എന്ന് എഴുതാം. വൈ ഈക്വൽ ടു മോഡ് എക്സ് എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം? എക്സിന് ഓരോ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് വൈക്ക് കിട്ടുന്ന വാല്യൂസ് നോട്ട് ചെയ്യാം. എന്നിട്ട് നമ്മളത് ഗ്രാഫ് ഷീറ്റിൽ പ്ലോട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ എക്സ് വൈ എഴുതാം. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എന്ത് വരും നോക്കിയേ? എക്സിന് 0 കൊടുത്താൽ വൈ ഈക്വൽ ടു മോഡ് 0 വരും. മോഡ് 0 0 എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു മോഡ് 1 വരും. എക്സിന് 1 കൊടുത്താൽ വൈയുടെ വാല്യൂ മോഡ് 1, അത് 1 തന്നെയാണ്. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു മോഡ് 2 ആണ്. 3 കൊടുത്താൽ മോഡ് 3. ഇനി -1 കൊടുത്തു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു മോഡ് -1 വരും. മോഡ് -1 1 ആണ്. ഇനി എക്സിന് -2 കൊടുത്തു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു മോഡ് -2 ആണ്. എക്സിന് -3 കൊടുത്തു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു മോഡ് -3 ആണ്. നമ്മളിതൊരു ഗ്രാഫ് ഷീറ്റിൽ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഗ്രാഫ് ഷീറ്റിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇത് 0 1 2 3. അതുപോലെ ഇവിടെ -1 -2 -3. വൈ ആക്സിസിൽ മാർക്ക് ചെയ്യുക 1 2 3 4 എക്സിട്ര. താഴെയാണെന്നുണ്ടെങ്കിൽ -1 -2 -3 -4 എക്സിട്ര. ഈ പോയിന്റുകൾ ഓരോന്ന് പ്ലോട്ട് ചെയ്യുക. 0 0 ഒറിജിനൽ അത്. പിന്നെ 1 1 വരുന്നുണ്ട്. 1 1 ഇവിടെയാണ്. പിന്നെ 2 2 3 3 അറിയാമല്ലോ അതൊക്കെ പ്ലോട്ട് ചെയ്യാൻ. 2 2 3 3 ഇപ്പോഴേ തന്നെ അങ്ങോട്ട് ജോയിൻ ചെയ്താലോ. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇനി -1 1 ഉണ്ട്. -1 1 ഇവിടെയാണ്. -2 2 ഉണ്ട്. -3 3 ഉണ്ട്. അതും ജോയിൻ ചെയ്യാം. ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഇതാണ് മോഡ് എക്സിൻ്റെ ഗ്രാഫ്. ഒരു വി ഷേപ്പ് ഗ്രാഫാണ് കിട്ടുന്നത്. നമുക്ക് കിട്ടിയ പോയിന്റുകൾ അവിടെ മാർക്ക് ചെയ്യാൻ മറക്കരുത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ കിട്ടിയ പോയിന്റുകൾ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ക്ലിയർ ആയപ്പോൾ ഗ്രാഫ് വരച്ചത് അല്ലേ? ഇതാണ് മോഡ് എക്സിൻ്റെ ഗ്രാഫ്. ഒറിജിനൽ ഒരു വി ഷേപ്പ് ഗ്രാഫ് വരും. പിന്നെ ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതാൻ പറയും. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റും, അതാണ് ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും ഒരു പ്രോബ്ലം ഇല്ല. എക്സിന് പോസ്റ്റ് നമ്പർ കൊടുത്താൽ വൈക്ക് വാല്യൂ കിട്ടും. എക്സിന് നെഗറ്റീവ് നമ്പർ എന്ത് കൊടുത്താലും വൈക്ക് വാല്യൂ കിട്ടും. എക്സിന് 0 കൊടുത്താലും വൈക്ക് വാല്യൂ കിട്ടും. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എക്സിന് എന്ത് റിയൽ വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. പോസിബിൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ്, അതാണ് ഡൊമൈൻ. എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും വൈ ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഡൊമൈൻ 6 ആണ്. ഇനി റേഞ്ച്, വൈക്ക് എന്തൊക്കെ വാല്യൂസ് കിട്ടും. എക്സിന് ഓരോ വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് വൈക്ക് ഓരോ വാല്യൂ കിട്ടുന്നുണ്ടല്ലോ. വൈക്ക് എന്തൊക്കെ വാല്യൂസുകളാണ് കിട്ടുന്നത്? വൈക്ക് കിട്ടുന്ന വാല്യൂസുകളൊന്ന് നോട്ട് ചെയ്ത് നോക്കിയേ. വൈക്ക് കിട്ടുന്ന വാല്യൂസുകളെല്ലാം പോസ്റ്റ് നമ്പറുകളല്ലേ? അതെ, കാരണം മോഡുലസ് എടുക്കുമ്പോൾ മോഡുലസ് എടുക്കുമ്പോഴല്ലേ വൈക്ക് വാല്യൂ കിട്ടുന്നത്. ഒരു നമ്പറിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് നമ്പറായിട്ടല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് വൈക്ക് കിട്ടുന്ന നമ്പറുകളെല്ലാം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് നമ്പറുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ, ഇൻക്ലൂഡിങ് 0 ഉൾപ്പെടെയുള്ള എന്ത് പോസ്റ്റ് നമ്പറും വൈക്ക് കിട്ടും. വൈക്ക് നെഗറ്റീവ് നമ്പറൊന്നും കിട്ടുന്നില്ല. അപ്പോൾ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എന്ത് നമ്പർ വേണമെങ്കിലും വൈക്ക് കിട്ടും.
നമ്മളത് ഇങ്ങനെയാണ് എഴുതുക. ഇതിൻ്റെ അർത്ഥം 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് നമ്പറും ഇങ്ങനെ ബ്രാക്കറ്റ് ഇടുന്നത് ഇൻക്ലൂഡിങ് 0 എന്ന് കാണിക്കാനാണ്, 0 ഉൾപ്പെടെ എന്ന് കാണിക്കാനാണ് ഇങ്ങനൊരു ബ്രാക്കറ്റ് ഇട്ടത്.